നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലത്തേക്ക് അറ്റ് ലാസ്റ്റ് നമ്മൾ പോവാണ്. അങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് ഒരു ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡൊക്കെ കൊണ്ടു തന്നു. ഇത് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടൈമിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫുഡാണ്. ഇത് ചിക്കൻ തിരിയാക്കി ഒരു റൈസാണ്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാൻ ആ റൈസ് ഫുള്ള് കഴിച്ചില്ല. ബിക്കോസ് റൈസ് കുറച്ചധികം എന്താ പറയുക, കുറച്ചൊരു ഫ്ലേവർ എടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ചിക്കൻ വാസ് നൈസ്. അതേപോലെ അതിനകത്തുള്ള ക്യാരറ്റും എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എഗ്ഗും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഏകദേശം 4.5 മണിക്കൂറാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് യാത്ര. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് റീച്ചായി. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാങ്കോക്കാണ്. നമ്മൾ തായ്ലൻഡിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഫ്ലൈറ്റ് എന്ന് പറയുന്നത് തായ് എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ റീച്ചായി. അപ്പം ഇവിടെ കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ആപ്പാണ്. അത് ഒന്ന് ഗ്രാബും ഒന്ന് ബോൾട്ടും. കമ്പാരിറ്റീവ്ലി ഗ്രാബാണ് കുറച്ചും കൂടി നല്ലത്, പെട്ടെന്ന് വണ്ടി വരാനൊക്കെ. ബോൾട്ട് കുറച്ചും കൂടി ടൈം എടുക്കും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 4:35 ആയപ്പോൾ റീച്ചായി. അങ്ങനെ എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. ഏകദേശം 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൻ്റെ പേര് സിട്രസ് എന്നാണ്. അത് ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ചൊരു ഹോട്ടലാണ്. അങ്ങനെ അവിടെ എത്തി. റൂമൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. റൂമാണെങ്കിലും വാഷ്റൂം ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. അതേപോലെ അവരുടെ സർവീസസും അത്യാവശ്യം നല്ലതാണ്. അങ്ങനെ നമ്മൾ റൂമിൽ ചെന്നു. ഇപ്പം ഏകദേശം ഒരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് സെറ്റിലായി. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഉറങ്ങിയത്. പക്ഷേ ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും ഫുഡിൻ്റെ സമയം കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി അവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ അത് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ റെഡി ആയിട്ട് നേരെ പുറത്തേക്കാണ് പോയത്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബൈ.